ഒരു ആനുകൂല്യമായിരുന്നു 33% സംവരണം എന്നുള്ളത്. 2023 ബില്ല് നിയമപരമായി വന്നെങ്കിലും അത് നടപ്പിലാക്കാൻ വേണ്ട കുറേ നടപടിക്രമങ്ങളുണ്ടായിരുന്നു. ഡീലിമിറ്റേഷൻ നടത്തണം, അതിനൊക്കെ ഇനിയും ഒരുപാട് സമയം. നമുക്ക് 2029 ലോക്സഭാ ഇലക്ഷൻ വരികയാണ്. ആ ഇലക്ഷൻ സമയത്തെങ്കിലും സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു അവസരമായിരുന്നു നരേന്ദ്രമോദി ഈ ബില്ല് അവതരിപ്പിച്ചതിലൂടെ ലക്ഷ്യം വെച്ചത്. സ്ത്രീകളുടെ സർവ്വതോന്മുഖമായ ഉന്നമനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് ഈ ബില്ലിനെ കോൺഗ്രസ് ഇടത് സഖ്യങ്ങളായ ഇന്ത്യ മുന്നണി എതിർത്തത്. വെറുമൊരു വനിതാ ബില്ലല്ല, രാജ്യത്ത് പുരോഗമനത്തിനായി കൊണ്ടുവരുന്ന സകല ആശയങ്ങളെയും നഖശിഖാന്തം എതിർക്കുക എന്നതാണ് ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യം. രാജ്യത്ത് ഒരു പ്രതിപക്ഷം ശക്തമായി ഉണ്ടാവണം എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ആ പ്രതിപക്ഷം രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കണം, അതിനുവേണ്ടി വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരായിരിക്കണം. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ നമുക്ക് കേന്ദ്രത്തിലുള്ള പ്രതിപക്ഷം എല്ലാം കൂടെ ഒരു അവിയൽ പർവ്വത്തിൽ കോൺഗ്രസ്, CPM, CPI എല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു പ്രതിപക്ഷം അവിടെ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ് നിൽക്കുന്നത് നമ്മുടെ എല്ലാവിധ പുരോഗമനത്തെയും പിന്നോട്ട് വലിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെയും എന്നെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീകളും പൊതുസമൂഹത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നവരാണ്. നമുക്ക് അവസരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി സർക്കാർ മുന്നോട്ട് വെച്ച ഈ ബില്ലിനെ എതിർത്ത ഇന്ത്യ സഖ്യത്തോടുള്ള ശക്തമായ ഒരു പ്രതിഷേധമാണ് നമ്മൾ ഇന്നിവിടെ രേഖപ്പെടുത്തുന്നത്. ഇനി മുന്നോട്ട് രാജ്യത്തുടനീളം ഈ പ്രതിഷേധ പരിപാടികളെ BJPയും മഹിളാ മോർച്ചയും ബാക്കി എല്ലാ മോർച്ചയിലുള്ള വനിതകൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ പ്രതിഷേധ പരിപാടി നമ്മൾ ഇനിയും മുന്നോട്ട് പോകും. ഇത് നമ്മുടെ അവസാനത്തെ പ്രതിഷേധമൊന്നും അല്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ബില്ല് പാസ്സാക്കിയെടുത്തേ പറ്റുള്ളൂ. നമുക്ക് സ്ത്രീകൾക്കും നമ്മുടെ അവകാശങ്ങളൊക്കെ നേടിയെടുത്തേ പറ്റുള്ളൂ. സ്ത്രീ അബലയാണ്, അവളെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് വീട്ടിനകത്ത് തളച്ചിടുന്ന ഒരു പഴയ കാലം നമുക്കുണ്ടായിരുന്നു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് സ്ത്രീകളെ കൊണ്ടുവന്ന ഒരു കാലത്തേക്ക് ഇന്ന് വീണ്ടും നമ്മൾ തെരുവിലിറങ്ങേണ്ട ഒരവസ്ഥയാണ് ഇന്നത്തെ ഈ പ്രതിപക്ഷം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ ഇനിയും നമുക്ക് മുന്നോട്ട് ഉയരേണ്ടതുണ്ട്, മുന്നോട്ട് പോവേണ്ടതുണ്ട്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.